നമ്മൾ ഈ മണാലിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, മണാലിത്തെ വില്ലേജുകളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു വില്ലേജിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വില്ലേജിൻ്റെ പേര് സിയാൽ എന്നാണ്. അപ്പോൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട്, സിയാലി മഹാദേവ് ടെമ്പിൾ എന്ന് പറയും. ആ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വില്ലേജിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വില്ലേജിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കാം, വില്ലേജ് കൂടുതലായിട്ട് കാണാം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. ഞാൻ മാത്രമല്ല, ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ വില്ലേജുകളൊന്നും ഓവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കൂടുതലും നമ്മുടെ വർക്ക് പരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അത് എല്ലാവരെയും കൂടെ ഒന്ന് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചു. നമ്മൾ സിയാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ, അതിലേക്കുള്ള വഴിയാണിത്. ഇത് മാത്രമല്ല, അതിലേക്ക് ഒരുപാട് വഴികളുണ്ട്. കാരണം മണാലി പൊതുവെ അങ്ങനെയാണ്, ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 5-6 വഴി കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു വഴിയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അതിലേ നമുക്കൊരു വഴിയുണ്ട്. ഇത് അതിൻ്റെ കുറച്ച് താഴെയുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ പോയാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പച്ചപ്പും ഹരിതാപം എല്ലാം കണ്ടു പോകാൻ വേണ്ടി പറ്റും. പിന്നെ മണാലിയിൽ പ്രത്യേകതയാണല്ലോ ആപ്പിൾ മരങ്ങൾ. ഇവിടെ എവിടെ നോക്കിയാലും ആപ്പിൾ മരങ്ങളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ആപ്പിള് എല്ലാം ഈ സീസൺ തുടങ്ങാറായതുകൊണ്ട് തന്നെ ആപ്പിളെല്ലാം പൂവിട്ട് നിൽക്കുന്ന സമയങ്ങളാണ്. പൂവിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൂടുന്ന ടൈം കഴിഞ്ഞു. ആ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം ഇലകളെല്ലാം ഒന്ന് കിളിർത്ത് വന്ന് പൂവും ഇലകളും കൂടെ മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. നമുക്ക് പോകുന്ന ഗ്രാമത്തിൽ പല സ്ഥലത്തും അത് കാണാൻ പറ്റും. അതൊരു ഭയങ്കര മനോഹരമാണ്. മണാലിയെ സംബന്ധിച്ച് മണാലിയിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ആ ആപ്പിൾ മരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം നേപ്പാളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അങ്ങനെ നേപ്പാളിൽ നിന്ന് ഒരുപാട് പണിക്കും ജോലിക്കും അതുപോലെ ഇവിടെ സെറ്റിൽഡ് ആവാനും ഒക്കെ ആയിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ബിൽഡിങ് പണിയെടുക്കുന്ന അവരുടെ ഹസ്ബൻഡ് അതുപോലെ വർക്കിന് വരുന്ന ആൾക്കാരാണ്. അവരുടെ കൂടെ വന്നതാണ്. അവരിവിടെ വന്നതിന് ശേഷം ലേഡീസ് എന്ത് ചെയ്യും, വേറെ തന്നെ ജോലികൾ നോക്കുക. അതായത് ഇപ്പോൾ ആപ്പിൾ തോട്ടത്തിലെല്ലാം എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ആക്കുന്ന പണികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴും മിണ്ടുമ്പോഴൊക്കെ അവർ വിചാരിക്കും നമ്മളിവിടെ ഒരുപാട് കാലമായിട്ടുള്ള ആൾക്കാരാണ്, അവർക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇനി അവിടുത്തെ ആൾക്കാരെ കണ്ടുമുട്ടാം. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ആപ്പിളിനെ പറ്റി പറഞ്ഞല്ലോ. ആപ്പിൾ തോട്ടം എന്ന് പറയുന്നത് ഇതാണ്. ആപ്പിളിലെ പൂ വിരിഞ്ഞ് ഇലയും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ഭംഗി ഇതാണ്. ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. ഇപ്പം നമ്മൾ ഏകദേശം സിയാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ഇവരുടെ വീടുകളും ഇവരുടെ ആചാരങ്ങളും അല്ലെങ്കിൽ ഇവരുടെ താമസ രീതികളൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടാണുള്ളത്. ഇപ്പോഴും അങ്ങനത്തെ ട്രഡീഷണൽ ഹൗസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലവും വളരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോഴും ആ പഴയ ട്രഡീഷനിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ പഴയ ട്രഡീഷനിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നൊരു വീട്. ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഹൗസാണ്. ഇവിടുത്തെ താമസ രീതികളും കാര്യങ്ങളൊക്കെ അതെ. എൻ്റെ ബാക്കിൽ പോകുന്ന കാണുന്നില്ലേ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞാണ് കേട്ടോ. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ അധികം ഇവിടെയുള്ള ആളുകൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. അവരെ ബാക്കിൽ വെച്ചിട്ട് തലയിലാണ് വെയിറ്റ് കൊടുത്തിട്ട് ഹാങ് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുക. കൂടുതലും വെയിറ്റ് അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ത്രീകൾ നന്നായിട്ട് പണിയെടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ഹൗസ്. ഇതിൻ്റെ പല വേർഷനിൽ ഹൗസുകളുണ്ട് ഇവിടെ. അതായത് വുഡ് മാത്രം ഉള്ളതുണ്ട്, കല്ലിൽ പണിതതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ആ വീട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ്, അതായത് പശുക്കളെ വളർത്താൻ ഇവർ യൂസ് ചെയ്യുന്ന താഴ്ഭാഗവും ഇവർക്ക് താമസിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് ഈ മോൾഭാഗമാണ്.
ഇപ്പോഴും ഇങ്ങനത്തെ ട്രഡീഷണൽ ഹൗസുകൾ വളരെ കുറവാണ്. എന്തെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഹൗസുകൾ ഇപ്പോഴും ഉണ്ട്. അല്ലാത്തടത്തൊക്കെ ഇപ്പം ബിൽഡിങ്ങുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ പൊതുവെ പശുവിനെ വളർത്തുന്നത് ഒരുപാടുള്ള ആളുകളാണ്. ഇപ്പോൾ ഒക്കെ കുറവാണെങ്കിലും മുമ്പൊക്കെ പശുവിനെ വളർത്തൽ മെയിനായിട്ടുള്ളൊരു ഇവരുടെ ഒരു സോഴ്സാണ്, ജീവിതമാർഗമായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. ഗ്രാമമാണെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അതായത് നീഡ്സ്, ഡെയിലി നീഡ്സ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ട കടകളും സാഹചര്യങ്ങളും ഒക്കെ അവരുടെ ആ ഗ്രാമത്തിനുള്ളിൽ തന്നെ 1-2 കടകളായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ ഇതിനുള്ളിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളിവിടെ ഒരു കടയുണ്ടാവും. ഇതിനുള്ളിൽ 2 ഷോപ്പുകൾ, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടകളിലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ വളരെ അതിശയമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള വീടുകളൊന്നും നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ അതിശയം. പക്ഷേ ഇവരുടെ പാരമ്പര്യമായിട്ട്, അതായത് പരമ്പരാഗതമായിട്ട് ഇവരൊക്കെ ഇങ്ങനത്തെ ട്രഡീഷനിൽ ജീവിച്ച് ഇങ്ങനത്തെ വീടുകൾ ബിൽഡ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പല പല ജോലികൾ, ബിസിനസ് എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊരു ജോലി ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പം കണ്ടൊരു പ്രത്യേകിച്ച് ഇവർ കുറച്ചൊക്കെ എന്താണ് നമ്മുടെ ഈ പഹാടി ലോകം എന്ന് പറയുന്നില്ലേ, അത് ചോദിച്ചാൽ ഇവിടെയുള്ള ഈ മലകളിലുള്ള ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഉൾവലിഞ്ഞ ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും അവരുടെ കാര്യം വിട്ട് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനുമില്ല. അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആ ഒരു നാടും അല്ലെങ്കിൽ ആ ഒരു ഗ്രാമവും അതിനുള്ളിലെ ജോലികളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിക്കും ഇവർ വളരെ പാവപ്പെട്ടവരാണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. പക്ഷേ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ഇവർ ഒരുപാടുള്ള ആൾക്കാരാണ്. കാരണം അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുക. അവരുള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ടാണ്. ഒന്നിനു പുറകെയും ഒരു ഓട്ടോ ധൃതിയോ ഒന്നും ഇവർക്കില്ല. എല്ലാം ഒരു സാവധാനത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഈ പഹാടി ലോകിലുള്ള ആളുകൾക്ക് ഉള്ളത്. ഇവിടെ മണാലിയിൽ വന്ന കാലം മുതൽ ഈ വില്ലേജുകൾ സ്വപ്നം കണ്ടാണ് സത്യത്തിൽ മണാലിയിലേക്ക് വരുന്ന ഓരോരുത്തരും വരുന്നത്. ഞങ്ങളും ആദ്യമായിട്ട് മണാലിയിലേക്ക് വരുമ്പോൾ മണാലി എങ്ങനെ ആയിരിക്കും നമ്മൾ മനസ്സിൽ കാണുന്ന ഓരോരുത്തരുടെ വീഡിയോസും അല്ലെങ്കിൽ മണാലിയെ പറ്റി നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോസൊക്കെ കണ്ടാണ് മണാലിയെ പറ്റി നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഗ്രാമങ്ങളും മലനിരകളും മഞ്ഞുമല ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് മണാലി എന്ന് പറയുന്നതും. പക്ഷെ മണാലിക്ക് 2 മുഖമുണ്ട്. അതായത് ഗ്രാമപ്രദേശമുണ്ട്, അതുപോലെ റിച്ചായിട്ട് ഒരു ടൗൺ പ്രദേശവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ കാഴ്ചകളാണ് യഥാർത്ഥ മണാലിയുടെ സൗന്ദര്യം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീടും അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലകളും, അതായത് മലയും മഞ്ഞും ഇതെല്ലാമാണ് യഥാർത്ഥ മണാലിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. മണാലിയിലെ ഏറ്റവും നോർമൽ വില്ലേജുകളിൽ ഒന്നാണ് ഈ സിയാൽ എന്ന് പറയുന്നത്. ഇതിലും മനോഹാരിതകൾ നിറഞ്ഞ അല്ലെങ്കിൽ ഇതിലും കാഴ്ചകൾ നിറഞ്ഞ ഒരുപാട് വില്ലേജുകൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം പോകുന്നതായിരിക്കും. ഈ വില്ലേജ് കാണിച്ച് തുടങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് വേറൊന്നുമല്ല. ഞങ്ങൾ താമസിക്കുന്നത് ഈ സിയാൽ വില്ലേജിൻ്റെ ഒരു ഭാഗത്താണ്, അതിൻ്റെ തുടക്കത്തിലാണ്. അതിലൊരു കൊമേഴ്ഷ്യൽ ഏരിയയിലാണ്, ഈ വില്ലേജിൻ്റേതായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ഏരിയയിൽ താമസിക്കുമ്പോഴും അവിടെ സിയാലി മഹാദേവ് മന്ദിർ എന്ന് പറയുന്നതാണ് ഈ വില്ലേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ അവിടെ താമസിക്കുമ്പോഴും ആ വില്ലേജിനെ പറ്റി കേൾക്കുമ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും സിയാൽ എന്ന് പറയുന്ന വില്ലേജ് ആയിരിക്കുമല്ലോ. ട്രഡീഷണലായിട്ടുള്ള വീടുകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നാണ് ഇപ്പം ഇതും. അപ്പോൾ ആ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച വീടുകൾ നമുക്ക് കുറച്ചും കൂടെ പുതുമ തോന്നിക്കും, ഇത് കുറച്ചും കൂടെ പഴമ തോന്നിക്കും. അങ്ങനെ ഇവർ ഓരോ കാലഘട്ടത്തിൽ ഇവർ മാറി കുറച്ചുകൂടെ വളർച്ച വന്നതാണ് ഇപ്പോഴത്തെ ബിൽഡിങ്ങുകളൊക്കെ വന്നത്. അപ്പോൾ ഈ പശുക്കളെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും പ്രധാനമാണ് ഇവിടെ പശു വളർത്തൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ താഴ്വശം ഇവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ താഴ്വശം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പം പശുക്കളെ ഇവർ ഉള്ളിൽ കെട്ടും. ഞാൻ ഇങ്ങനത്തെ ഈ പഴയ വീടുകൾ അവർ താമസം മാറി ഇതുപോലെയുള്ള പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിക്കഴിയുമ്പോൾ
ഇവരെന്ത് ചെയ്യും, ആ ബിൽഡിങ്ങുകളിലേക്ക് താമസം മാറ്റിയിട്ട് ഇത് പശുക്കൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കും. അതായത് ഇതിൻ്റെ മുകളിലൊക്കെ ഇവർക്ക് കച്ചികൾ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അടുക്കളയായിട്ടോ അല്ലെങ്കിൽ പശുക്കളുടെ കാര്യങ്ങൾ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഇത് അതിനായിട്ട് മാത്രമായിട്ട് ഇവർ യൂസ് ചെയ്യും. ഇതിന് അടിയിൽ പശുക്കളെ താമസിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതാണ് ഈ ഒരു റൂം. അങ്ങനത്തെയാണ്, അതായത് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ്. ഇവർ രാത്രിയിൽ പശുക്കളെ ഇതിനുള്ളിലാണ് പശുക്കളെ രാത്രി കെട്ടുന്നത്. എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കല്ലും മരവും മാത്രം ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിതികളാണ്. നമ്മളെ പോലത്തെ ഒരുപാട് സിമെന്റോ അങ്ങനെയൊന്നുമില്ല. കല്ല്, മണ്ണ്, മരം, ഇതാണ് ഇവിടുത്തെ പ്രധാന ഉൽപ്പന്നങ്ങൾ. അതായത് വീട് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതുപയോഗിച്ചാണ് ഇവർ പഴയ കാലത്തൊക്കെ വീട് കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ വീട് നിർമ്മിക്കുന്നത് അതിന് മുകളിൽ സിമെന്റൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് കെട്ടുന്നത്. പക്ഷേ ഇതിന് മുകളിൽ കല്ലുകൾ പതിക്കാറുണ്ട്. ഇവരിപ്പോഴും കരിങ്കല്ല് പോലത്തെ കല്ലുകൾ പതിക്കാറുണ്ട്. അത് അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു അതിപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പുറത്തൊരു കല്ല് പതിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിലേക്ക് അധികം തണുപ്പ് കയറാതിരിക്കാനൊക്കെ അത് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞുള്ള അറിവുകൾ. ഇവിടെ ഉള്ള ആളുകളൊന്നും പണ്ടത്തെ പോലെ പഴയ ഒരു ചിന്താഗതിയൊന്നുമല്ല കേട്ടോ. എല്ലാവരും കാണാൻ കുറേ പഴമത്തുള്ള ആളുകളാണെങ്കിലും ആരും അങ്ങനെ പഴയ ചിന്താഗതിയുള്ള ആളുകളൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ വില്ലേജ് കാണാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർ വളരെ സഹകരണമാണ് എല്ലാവരും. എന്നുവെച്ചാൽ നമ്മളൊരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവർ ആ വഴി ബ്ലോക്ക് ചെയ്യാതെ അപ്പുറത്ത് മാറി നിൽക്കും, അല്ലെങ്കിൽ അത് എടുത്ത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കും. വളരെയേറെ എല്ലാവരോടും വളരെ സൗഹൃദവും സ്നേഹമൊക്കെ ഉള്ള ആളുകളാണ് മണാലിയിൽ പൊതുവേ ഉള്ള ആൾക്കാർ. സഹകരണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളോട് മാത്രമല്ല, പൊതുവേ പുറത്തുനിന്ന് വരുന്ന എല്ലാവരോടും അവരങ്ങനെയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ടൂറിസ്റ്റുകളാണ് ഇവരുടെ ദൈവങ്ങൾ എന്നാണ് പലരും, എന്നുവെച്ചാൽ എല്ലാവരും അല്ല, പലരും പറയാറ്. കാരണം മണാലിയിൽ പൊതുവേ ടൂറിസം കൊണ്ടാണ് ഒട്ടുമുക്കാലും ആളുകൾ ജീവിക്കുന്നത്. കാരണം ഇത്രയേറെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നത് കൊണ്ടും ഇവരുടെ പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. പല കാര്യങ്ങളും വിറ്റും മുയലിനെ വെച്ച് ഫോട്ടോ എടുപ്പിക്കൽ, പല കാര്യങ്ങൾ സെയിൽ ചെയ്യൽ, ആപ്പിൾ സെയിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ജീവിതമാർഗമായിട്ട് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരോട് ഇവർക്ക് വളരെയേറെ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. ആ റെസ്പെക്റ്റ് നമ്മൾ എപ്പോൾ ചെന്നാലും അവർ കാണിക്കുകയും ചെയ്യും. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത, അത് സിയാലിൻ്റെ മാത്രമല്ല മണാലിയുടെ മൊത്തത്തിലുള്ളൊരു പ്രത്യേകതയാണ്. രണ്ട് സൈഡും രണ്ട് മലകളാണ്. അതായത് ഒരു സൈഡ് നമുക്ക് ഹംദ പാസും ഒരു സൈഡ് റൊത്താൻ പാസും നമുക്ക് മഞ്ഞിൽ മൂടി നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇടത് സൈഡ് നോക്കിയാൽ നമുക്ക് റൊത്താൻ പാസ് നിൽക്കുന്നതായിട്ടും വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഹംദ പാസും നല്ല മഞ്ഞിൽ മൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തുകളിലെ ഓരോ പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെയൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഒരു ഗ്രാമത്തിന് ഒരു തലവനാണ് ഉണ്ടാവുക. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഭയങ്കര സൗണ്ട്, കുട്ടികളുടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. നോക്കിയപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു ചെറിയ സ്കൂളാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ട് നിന്നല്ലോ, അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ്, അതായത് ഇവിടുത്തെ പ്രൈമറി സ്കൂളാണിത്. അതായത് കുഞ്ഞു കുട്ടികളുടെ പ്രൈമറി സ്കൂളാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് ഒറ്റ തലവനാണ് ഉണ്ടാവുക. പ്രധാൻ എന്നാണ് പുള്ളിനെ പറയാം. നമ്മൾ പണ്ടുകാല പടങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, ആദിവാസി ഗ്രാമങ്ങൾക്കൊക്കെ ഒരു ഗ്രാമത്തലവൻ എന്നൊക്കെ കേട്ടില്ല. അതുപോലെ
ഇവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജിനും ഓരോ തലവനുണ്ടാവും. അതിന് ഗ്രാമപ്രധാൻ എന്നാണ് പറയപ്പെടുന്നത്. അവരാണ് ഈ വില്ലേജ് ഭരിക്കുന്നത്. എന്താവശ്യത്തിനും വില്ലേജിൻ്റെതായിട്ടുള്ള എന്താവശ്യത്തിനും പഞ്ചായത്ത് തന്നെയാണ്. ആ പഞ്ചായത്തിൽ എന്താവശ്യത്തിനും പുള്ളിയാണ്. അവിടെ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊന്നും പറഞ്ഞ് നേരെ ഭേദമോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നുമില്ല. പുള്ളി പറയുന്നിടത്താണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്, അതായത് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ വില്ലേജിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഇത് മണാലി ടൗണിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മണാലിയിലത്തെ നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് മണാലിയിലെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും. ഈ വില്ലേജിലേക്ക് സ്റ്റെപ്പ് കയറി നമുക്ക് ഇതുവഴി വില്ലേജിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അത് ഞാൻ പറഞ്ഞത് മണാലിയിൽ ഞാൻ പറഞ്ഞല്ലോ, മണാലിയിൽ പൊതുവെ 1-2 വഴികളുണ്ടാവും എന്തായാലും ഓരോ സ്ഥലങ്ങളിലേക്കും പോകാനും എത്തിച്ചേരാനും ഒക്കെ വേണ്ടിയിട്ട്. വില്ലേജ് അതായത് പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് ഇതാ നമ്മൾ ഈ നേരെ കാണുന്നതാണ്. ഈ 3 നില ബിൽഡിങ് കണ്ടല്ലോ, ഇതാണ്. ഇതിനേക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസാണ്. അവിടെ ഓരോ സെക്ഷനായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. താഴെ ഒരു സെക്ഷനിൽ പിന്നെ ഒരു അക്ഷയൊക്കെ പോലെ ഒരു ലേഡി ഇരിക്കുന്നുണ്ടാവും. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ഓഫീസ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനെ കാണാൻ വേണ്ടി എപ്പോഴും നമുക്കിങ്ങനെ വെറുതെ ഒന്നും വലിഞ്ഞേറി ചെല്ലാൻ വേണ്ടി പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. കാരണം അവർ വളരെ റെസ്പെക്റ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തലവനായതുകൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഇവിടെ വന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കിവിടുത്തെ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രധാനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ സിയാലിലെ ഒരു അഡ്രസ് പ്രൂഫ് പുള്ളി അറ്റസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് വേണം കാണാൻ. അല്ലാതെയും ചെന്ന് കഴിഞ്ഞാൽ കാണാം, പക്ഷേ എപ്പോഴും അങ്ങനെ കയറി ചെല്ലുന്ന മോശമില്ല. കാരണം അവർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിലേ ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ മാൾ റോഡ് അതായത് മണാലിയിലെ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, വ്ളോഗ് ചെയ്തിട്ടുണ്ട് മുമ്പ്. നമ്മുടെ പാക്കേജും നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇവിടെ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു വില്ലേജ് കാണിച്ചോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ടൂറായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ വില്ലേജും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു നമ്മൾക്ക് ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും അതൊക്കെ കാണാനും പറ്റും, നമുക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വില്ലേജോ അല്ലെങ്കിൽ അടുത്ത മണാലിയുടെ എന്തെങ്കിലും ഒരു വീഡിയോസായിട്ട് അടുത്ത് നമുക്ക് കാണാം. മണാലി എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ വീഡിയോസും വിഷ്വൽസൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.